നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തിരഞ്ഞെടുപ്പ് അത് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള DGP റാവാഡ ചന്ദ്രശേഖർ ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നേരിൽ കാണും എന്നാണ് വിവരം. രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നാണ് വിവരം. അതിനിടയിൽ തന്നെ DGP യോഗേഷ് ഗുപ്തയോടുള്ള സർക്കാരിന്റെ സമീപനത്തിൽ ഉന്നത പോലീസ് തലത്തിൽ അതൃപ്തിയും പുകയുകയാണ്. എന്താണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്, പോലീസ് തലപ്പത്ത് നടക്കുന്നത്, എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങി വിശദമായി നമുക്ക് ഒരു റിപ്പോർട്ട് കാണാം. കൂത്തുപറമ്പ് വെടിവെപ്പിൽ CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാർ കാലത്ത് DGP റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയേറുന്നു. സീനിയോറിറ്റിയിൽ ഒന്നാമനായ നിതിൻ അഗർവാളിനോടും മൂന്നാമനായ യോഗേഷ് ഗുപ്തയോടും സർക്കാരിന് താൽപര്യമില്ലാത്തതാണ് രണ്ടാമനായ റവാഡയിലേക്ക് സാധ്യതകളെത്തുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ കൈമാറിയ 6 പേരുടെ പട്ടികയിൽ നിന്ന് 3 പേരുകളാണ് കേന്ദ്രം തിരികെ അയക്കുക. അതിലൊരാളെ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് പോലീസ് മേധാവിയാക്കാം. പട്ടികയിലുള്ള DGP മനോജ് എബ്രഹാം, ADGP MR അജിത് കുമാർ എന്നിവരിൽ ഒരാളെ പോലീസ് തലവനാക്കാനാണ് സർക്കാരിന് ഇഷ്ടം. എന്നാൽ റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ താൽപര്യമില്ലെന്നറിയിച്ചാൽ മാത്രമേ മനോജ് എബ്രഹാമും അജിത് കുമാറും കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടൂ. താൽപര്യമില്ലെന്ന് എഴുതി നൽകാൻ 2 DGPമാരെയും സർക്കാർ സമീപിച്ചെങ്കിലും ഇരുവരും തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരത്തെത്തുന്ന റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് താൽപര്യം അറിയിക്കും. ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായ റവാഡയെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയായാൽ റവാഡയ്ക്ക് 1 വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടും. അതിനിടെ 1 മാസം മുൻപ് വരെ പോലീസ് മേധാവിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന യോഗേഷ് ഗുപ്തയോടുള്ള സർക്കാർ സമീപനം വലിയ വിമർശനത്തിനിടയാക്കുന്നുണ്ട്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ കേസെടുക്കണമെന്ന ശുപാർശ നൽകിയതിനു പിന്നാലെയാണ് യോഗേഷ് ഗുപ്തയെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റിയത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ എംപാനൽ ചെയ്യുന്നതിനായി സമർപ്പിക്കേണ്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും ഇതുവരെ നൽകിയില്ല. ഇതിനെതിരെ സേനയിൽ അമർഷമുണ്ട്. അഴിമതിരഹിതനായ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ വേട്ടയാടുന്നുവെന്നാണ് ആക്ഷേപം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.